I'm a huge fan of that first movie. Superb concept ആയിരുന്നു. ഇപ്പോൾ അതിൻ്റെ സെക്കൻഡ് പാർട്ട് did not do too well. എനിക്ക് തോന്നുന്നു ഇതിൻ്റെ എല്ലാം ഒരു പ്രീക്വൽ. ക്വൈറ്റ് പ്ലേസ് എന്ന് പറയുന്നത് അതിൻ്റെ ആദ്യത്തെ ഒരു ഭാഗം എന്ന് പറയുന്നത് എമിലി ബ്ലണ്ടൊക്കെ അഭിനയിച്ചൊരു സിനിമയായിരുന്നു. ഐ എം എ ഹ്യൂജ് ഫാൻ ഓഫ് ദറ്റ് ഫസ്റ്റ് മൂവി. സൂപ്പർബ് കോൺസെപ്റ്റ് ആയിരുന്നു. ഇപ്പോൾ അതിൻ്റെ സെക്കൻഡ് പാർട്ട് ഡിഡ് നോട്ട് ഡു ടു വെൽ. കോവിഡ് സമയത്തിന് ഇറങ്ങിയാണ്. അതിനുശേഷം അതിനൊരു തേർഡ് പാർട്ട് ഉണ്ടായിരുന്നു തോന്നുന്നു. അത് OTT റിലീസായിരുന്നു. അഗെയിൻ ഡിഡ്ന്റ് ഡു ടു വെൽ. ഇതിപ്പം ഒരു എനിക്ക് തോന്നുന്നു ഇതിൻ്റെ എല്ലാം ഒരു പ്രീക്വലായിട്ടാണോ എന്നൊരു സംശയമാണ് എനിക്ക് തോന്നുന്നത്. ക്വൈറ്റ് പ്ലേസ് ഡേ 1 എന്ന് പറഞ്ഞ് കാണിക്കുകയാണ്. അപ്പോൾ ഈ ഏലിയൻസ് വന്ന് ഈ അറ്റാക്ക് ചെയ്യുന്ന ആദ്യത്തെ ദിവസം തൊട്ടിട്ടുള്ള ഒരു കാര്യമാണ്. ഭയങ്കര ഒരു ഇമോഷണൽ ടച്ച് വെച്ച് ഈ സിനിമ കൊടുത്തിട്ടുണ്ട്. ഒരു സിനിമാറ്റിക് എക്സ്പീരിയൻസ് തന്നെയാണ്. ഒരു ബിഗ് സ്ക്രീൻ വാച്ചിന് പറ്റിയൊരു മൂവിയാണ്. നല്ല രീതിയിൽ 2 ആക്ടേഴ്സിൻ്റെ അകത്ത് പെർഫോം ചെയ്തിട്ടുണ്ട്. ഇറ്റ്സ് ബീൻ ടേക്കൺ ഇൻ എ വെരി എന്താ തന്നെ പറഞ്ഞ ഒരു വളരെ ഒരു ക്ലാസിക് രീതിയിൽ എടുത്തിട്ടുണ്ട്. ആവശ്യമില്ലാതെ ഒരു ഓവർ സർജ് അല്ലെങ്കിൽ ഓവർ ഡൂയിങ് ഓഫ് ഈ ഏലിയൻസിനെ മറ്റതൊന്നും കൊണ്ടുവന്നിട്ടില്ല. ചിലപ്പം ഇനി മൂവി എത്രത്തോളം അതിനുള്ള ആ ഒരു കമേഴ്ഷ്യൽ സ്പേസിലേക്ക് പോകാൻ പറ്റും എന്നുള്ള കാര്യം എനിക്കറിയില്ല. പക്ഷേ ഒരു ഓവറോൾ ഇറ്റ്സ് എ വെരി ഗുഡ് മൂവി. യു ക്യാൻ കോൾ ഇറ്റ് എന്താ പറയുന്ന പോലെ ഒരു ഏലിയൻ അറ്റാക്ക് ത്രില്ലർ. ഡെഫിനറ്റ്ലി ഒരു ത്രില്ലർ ജോണറിൽ വരാൻ പറ്റുന്ന ഒരു മൂവി തന്നെയാണ്. ഡെഫിനറ്റ്ലി വാച്ചബിൾ. ഐ തിങ്ക് അണ്ടർ 2 hours, ഐ തിങ്ക് 1 hour 45 minutes. ഒരുപാട് സ്ഥലത്ത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരുപാട് സ്ഥലത്ത് അതിൻ്റെ ഒരു ഇമോഷണൽ ആസ്പെക്റ്റ് കൊണ്ടുവരാൻ വേണ്ടി ഭയങ്കരമായിട്ട് സ്ലോ പേസ്ഡ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ 2 പേരുടെ സർവൈവൽ പോലെയാണ് ഇത് കാണിക്കുന്നത്. ഒരു ഡിസീസ് പ്രോൺ ഒരു പെൺകുട്ടി ഈ കലാപത്തിൻ്റെ ഇടയിൽ, ഈ ഏലിയൻ അറ്റാക്കിൻ്റെ ഇടയിൽ അവർ നോക്കിക്കൊണ്ടിരിക്കുന്ന നേഴ്സിനെ നഷ്ടപ്പെടുന്നു. പിന്നെ ഒരു സ്ട്രേഞ്ചറിനെ കാണുമ്പോൾ എങ്ങനെ ആ സ്ട്രേഞ്ചറും ഈ പെൺകുട്ടിയുടെ ഒരു പെറ്റുണ്ട്, സർവീസ് ക്യാറ്റുണ്ട്, എങ്ങനെയാണ് അവർ ഈ ക്രൈസിസ് നിന്ന് പുറത്ത് ചാടുന്നത്, അവർക്ക് എന്ത് ലൂപ്പ് ഹോൾ കിട്ടുന്നു, അവസാനം ആരാണ് ഇവരെല്ലാം ഒരുമിച്ച് രക്ഷപ്പെടുന്നുണ്ടോ ഇല്ലയോ എന്നാണ് ഈ സിനിമ പ്രൊജക്റ്റ് ചെയ്യാൻ നോക്കുന്നത്. ഇറ്റ്സ് എ ഗുഡ് വാച്ച്.